ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ കർത്താവിൻ്റെ ദാസൻ, ഇന്ന് രാത്രിയിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ക്രിസ്തുയേശുവിൻ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ദൈവജനവുമായി നിങ്ങളുടെ മുമ്പാകെ നിൽപ്പാൻ ദൈവമായ കർത്താവ് നൽകിയ വിലയേറിയ അവസരത്തിനായി ഞാൻ തിരുനാമത്തെ വാഴ്ത്തുന്നു. ഞാൻ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നിങ്ങളിങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഞാനും അതുപോലെ തന്നെ, എനിക്കും അത്ര നിശ്ചയമില്ല എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന്. രണ്ട് വേദഭാഗം നമുക്ക് വായിക്കാം. പ്രാരംഭമായി ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായം, അതിൻ്റെ 27-ഉം 28-ഉം വാക്യങ്ങൾ. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തല പൊക്കുവിൻ. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 35 വാക്യങ്ങൾ. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നുവെന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്കിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊൽ ഇതിലൊത്തിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ച് ഇരിക്കുന്നു. അപ്പോൾ തല പൊക്കേണ്ട 2 വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾ തല പൊക്ക്. ഒന്ന്, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ തല ഉയർത്തുവീൻ. മറ്റൊന്ന്, നിങ്ങൾ തല ഉയർത്തി നോക്ക്, കൊയ്ത്തിനുള്ള സമയമായോ ഇല്ലയോ എന്ന്. ഇത് രണ്ടും രണ്ടിൻ്റെയും ഓർഡറിൽ ചില ചിന്തകൾ ദൈവാത്മാവ് ഈ കഴിഞ്ഞ 1-2 മാസമായി എൻ്റെ ഹൃദയത്തിൽ നൽകുന്നതാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ തല ഉയർത്തലിന് വേണ്ടി നമ്മൾ തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനിക്ക 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ചില വാക്യങ്ങൾ വായിക്കാം. ഇനി ഈ സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. നമുക്കറിയാം, ലോകത്തിൽ ഒരു വാറോ ഒരു ഭൂമികുലുക്കോ ഒരു സുനാമിയോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകളുണ്ട്, അല്ലേ? കോവിഡ് വന്നപ്പോൾ, ഒരു വാർ വന്നപ്പോൾ, ഇങ്ങനെ ധാരാളം സോഷ്യൽ മീഡിയയിൽ ഒത്തിരി യൂട്യൂബിലൊക്കെ ധാരാളം പ്രസംഗങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടത്തക്കവണ്ണം, അല്ലേ? ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല. 2000 വർഷം മുമ്പ് മുതലേ ഇങ്ങനെ ഓരോരുത്തരുടെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ആളുകളെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. അതിങ്ങനെയല്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ നാട്ടിലൊക്കെ ബസ്സൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കരിയിലകൾ ഇങ്ങനെ അതിൻ്റെ കൂടെ പറക്കും, കുറേ ദൂരം പോകും, പിന്നെ ബസ് നല്ല സ്പീഡിന് പോകുമ്പോൾ ഇത് പിന്നെ അവിടെ സെറ്റിലാകും. അപ്പം ഇതുപോലെ ഇങ്ങനെ ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സംഭവിക്കും. 1-ാം ലോകമഹായുദ്ധ കാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് മഹോപദ്രവം എന്ന് ചിന്തിച്ച് ലോകം മുഴുവൻ, യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ചർച്ചുകളെല്ലാം നിറയുമായിരുന്നു ആ സമയത്ത്. അപ്പം അതൊക്കെ ഒന്ന് കെട്ടടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ആരും ആ വഴിക്ക് വരത്തില്ല. അതുപോലെ തന്നെ 2-ാം ലോകമഹായുദ്ധ കാലത്തും ഇതുപോലെ തന്നെ ഇപ്പം കർത്താവ് വരും, അല്ലെങ്കിൽ ഇതാണ് ഗ്രേറ്റ് ട്രിബുലേഷൻ,
ശരിക്കും ട്രിബുലേഷനായിരുന്നു. യൂറോപ്പിലൊക്കെയുള്ള ആളുകൾ ഒരാഴ്ചത്തേക്ക് ഒരു മുട്ടയൊക്കെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് ശരിക്കും ഗ്രേറ്റ് ട്രിബുലേഷൻ തന്നെയായിരുന്നു. പക്ഷേ ബാക്കി അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലൊക്കെ സമൃദ്ധിയായിരുന്നു. അപ്പോൾ ആ സമയത്തും ചർച്ചുകളെല്ലാം ഫുള്ളായി. അതൊക്കെ ഒന്ന് ശാന്തമായി കഴിഞ്ഞപ്പോൾ പിന്നെയും ചർച്ച് എം ടി ആയി. കോവിഡിന് അതിനേക്കാൾ ചർച്ച് ഫുള്ളായതിന് ഈ ആളുകൾ ഒരുമിച്ച് വരാൻ പറ്റാഞ്ഞുകൊണ്ടാണ്. ചർച്ചുകൾ അടഞ്ഞു പോയതുകൊണ്ട്, അല്ലെങ്കിൽ കോവിഡ് കാലത്ത് ഒരു ചർച്ചിലും ഇരിക്കാൻ പോലും ഇടയില്ലാതെ ആളുകൾ വന്നോണ്ടേനെ. ഇത് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വലിയ പകർച്ചവ്യാധിയാണ്, അതുകൊണ്ട് ലോകത്ത് 4-1 മനുഷ്യർ മരിച്ചു പോകുമെന്നൊക്കെയുള്ള. അപ്പോൾ ഇങ്ങനെ കാലാകാലങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇത് ഇപ്പം അതുപോലെ തന്നെ ഇപ്പം ഈ ഗൾഫ് വാർ നടക്കുന്ന സമയത്ത് ഇപ്പോഴും ഇതുപോലെ ധാരാളം യൂട്യൂബിലൊക്കെ, അത് പണ്ടത്തെ ഗൾഫ് വാറിന് ഇതുപോലെയുള്ള സമയത്ത്, ഞങ്ങൾ ഗൾഫിലുള്ള സമയത്ത് ആ വാർ നടക്കുന്നത് ഇതുപോലെ തന്നെ. ഇതാ വാറാ, ഏത് പ്രവചനത്തിൽ എന്ന് പറഞ്ഞ് ആ കാലത്തൊക്കെ പ്രസംഗിച്ച് ആളുകളെയൊക്കെ ഇളക്കിയ ധാരാളം പ്രസംഗങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. പക്ഷേ നമുക്കറിയാം പിന്നെയും കാലങ്ങൾ എത്ര പോയി, വാർ എത്ര നടന്നു, പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ ഇങ്ങനെ കാലാകാലങ്ങളിലൊക്കെ ഇങ്ങനെ ഇതുപോലെയുള്ള ഞെട്ടിക്കലുകൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ തെസ്സലോനിക്ക ലേഖനത്തിൽ അതിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. എങ്കിലും തെസ്സലോനിക്ക സഭ എന്ന് പറയുന്നത് ഒരു മോഡൽ ചർച്ചാണ്. ആഖായിൽ എങ്ങും എല്ലായിടത്തുമുള്ളവർക്ക് നിങ്ങൾ മാതൃകയായിരിക്കുന്നത്. അപ്പോൾ ഒരു മാതൃകാ സഭ ഏതായിരുന്നെന്ന് പഠിക്കണമെങ്കിൽ തെസ്സലോനിക്ക സഭയെക്കുറിച്ച് പഠിച്ചാൽ മതി. അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്, അവരോട് എന്താണ് അപ്പോസ്തലൻ ഉപദേശിച്ചു കൊടുത്തത്, അതൊക്കെ മനോഹരമായിട്ട് ആ ലേഖനത്തിലുണ്ട്. അതിൽ നിൽക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഈ തെസ്സലോനിക്ക സഭ സ്ഥാപിക്കപ്പെട്ട് അധികം നാൾ കഴിയുന്നതിന് മുമ്പ് അപ്പോസ്തലനായ പൗലോസ് അവർക്ക് ലേഖനം എഴുതുമ്പോൾ ഒരു കാര്യം ഈ 2 ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരു ദൈവസഭ, ദൈവമക്കള്, വിശ്വാസത്തിൽ വരുന്നവർ അറിഞ്ഞിരിക്കേണ്ട സകല കാര്യങ്ങളും അവരെ പഠിപ്പിച്ചിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ ഈവൻ ഞാനൊരിക്കൽ ഒരു ചർച്ചിൽ പ്രസംഗിക്കാനായിട്ട് ചെന്നു. ഞാൻ പ്രസംഗിക്കാൻ ചെന്ന് അന്ന് അവിടെ യൂത്ത് മീറ്റിംഗ് നടക്കുന്ന ദിവസം. അപ്പോൾ അവർക്ക് കോമ്പറ്റീഷന് എന്നോട് പറഞ്ഞു, ബ്രദറെ ഒരു ടോപ്പിക് അവർക്ക് കൊടുക്കാവോ? അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനൊരു ടോപ്പിക് കൊടുക്കുക. സാൽവേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഞാൻ ഉപന്യാസം എസ് എഴുതാനായിട്ട് കൊടുത്തു. എല്ലാവരും എഴുതി, കുറേ പേരെല്ലാം എഴുതി കഴിഞ്ഞ് വായിക്കാനും എൻ്റെ കയ്യിൽ തന്നു. നിങ്ങൾക്കറിയാമോ, ഒരു കുഞ്ഞ് പോലും എന്താ സാൽവേഷൻ എന്ന് അതിലെഴുതി ഞാൻ കണ്ടില്ല. വിശ്വാസി വന്ന ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ചർച്ചാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ബേസിക് ആയിട്ടുള്ള കാര്യം പോലും ഇത്രയും വർഷമായിട്ട് വിശ്വാസത്തിൽ വന്നിട്ടും അറിയാവുന്ന എത്ര ദൈവമക്കൾ പെന്തിക്കോസ്തിലുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യം പോലും. ഞങ്ങളുടെ പപ്പായുടെ ഫ്യൂണറലിന് ഞാൻ നാട്ടിൽ പോയ സമയത്ത്, ഫ്യൂണറലിൻ്റെ 3-4 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അവരുടെ വീട്ടിൽ വൈകിട്ട് പ്രാർത്ഥന നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം 2 ദിവസം ഞാൻ പ്രസംഗിച്ചത് വൈകിട്ട്. ആ ചർച്ച എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തിൻ്റെ ആരംഭകാലത്തുള്ള ഒരു ചർച്ച. ഏത് ചർച്ചയെങ്കിലും ആവട്ടെ, കാരണം അത് ചർച്ചിനൊരു ഇൻസൾട്ട് ആകണ്ട. അപ്പോൾ അത്രയും പഴയ ഒരു ചർച്ച. അപ്പം ബേസിക്കായിട്ട് ഈ മരണാനന്തരത്തെക്കുറിച്ച്, മരിച്ചവരെന്ത് ചെയ്യുന്നു, മരിച്ചവരെങ്ങോട്ട് പോകുന്നു, ഇതിനെക്കുറിച്ച് 2 ദിവസം ഞാൻ 2 മെസ്സേജ് പറഞ്ഞു. ഈ വന്ന പലരും ഒത്തിരി വർഷങ്ങളായി വിശ്വാസത്തില്ല. ബ്രദറെ, ഞങ്ങൾ ഇതാദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന്. എനിക്ക് വലിയ ഷോക്കായിപ്പോയി. ഇപ്പം ഇത്രയും വർഷം വിശ്വാസത്തിൽ വന്നിട്ടും ബേസിക്കായിട്ടുള്ള കാര്യം പോലും നമ്മുടെ ആളുകൾ മനസ്സിലാക്കുന്നില്ലോ, അതിന് താല്പര്യം കാണിക്കുന്നില്ലല്ലോ എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ആളുകൾ കേൾക്കാത്ത, പറയാത്തത് കൊണ്ടല്ല, അല്ലേ? വേറെ എന്തെങ്കിലും ഫങ്ഷനാണ്, ഇരിക്കാനിടയില്ലാത്തതാണ് ഈ ചർച്ച എന്നറിയത്തില്ലേ, ഇല്ലേ?
ഞാൻ കുറേ നാളായില്ല ബയോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 15 പേര് താഴെ വന്നിട്ടുള്ള ദിവസങ്ങളുണ്ട്. 250 മെമ്പേഴ്സുള്ള ചർച്ചിൽ. അപ്പോൾ ആരുടെ കുഴപ്പമാണ് ഇവർ മനസ്സിലാക്കാത്തത്, പഠിക്കാത്തത്, കൂട്ടാക്കാത്തത്? അപ്പോൾ എനിവേ ആ വിഷയം ഞാൻ വിടുകയാണ്. എൻ്റെ തെസ്സലോനിക്ക സഭയിൽ അവരറിഞ്ഞിരിക്കേണ്ട കാര്യമെല്ലാം അപ്പോസ്തലൻ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് അവരെ പഠിപ്പിച്ചു. അതിലൊന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്ത് വരും. അതാണ് 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന, അറ്റ്ലീസ്റ്റ് ഫ്യൂണറലിനെങ്കിലും പറയുന്നത് കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാനതൻ്റെ ശബ്ദത്തോടും എന്നുള്ള ആ വാക്യം. അപ്പോൾ അവിടെ മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ നാം മേഘങ്ങളിൽ എടുക്കപ്പെടും. അത് തന്നെ ഈ 2-ാം അധ്യായത്തിൽ അതിനെ ഇവിടെ വേറൊരു ഭാഷയെ പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനം. കർത്താവും നമ്മളും തമ്മിൽ കൂട്ടിമുട്ടുന്നത്, മീറ്റ് ചെയ്യുന്നത്, കാത്തിരിക്കുന്നവർ യേശു ക്രിസ്തുവിനെ മീറ്റ് ചെയ്യുന്നത് മധ്യാകാശത്ത് മേഘങ്ങളിൽ എടുക്കപ്പെട്ട് കർത്താവും നമ്മളുമായിട്ട് സമാഗമനം സംഭവിക്കും, സഭയും കർത്താവും തമ്മിൽ. ഇപ്പോൾ കർത്താവിൻ്റെ മധ്യാകാശ വരവിനെ കുറിച്ച് മനോഹരമായ മറ്റൊരു പ്രയോഗമാണ് അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനം. കാത്തിരിക്കുന്ന കർത്താവിനെ കണ്ടുമുട്ടുന്ന ദിവസം, കാത്തിരിക്കുന്ന മണവാട്ടിയെ കണ്ടുമുട്ടുന്ന ദിവസം. അപ്പോൾ ഈ ദൈവസഭ മഹോദരവത്തിൽ കൂടി കടന്നു പോകുമെന്ന് പഠിപ്പിക്കുന്ന അങ്ങനെയുള്ള ഒരു ടീച്ചിങ് ധാരാളം പോപ്പുലറായിട്ടുണ്ട്. അവരതിനെ വ്യാഖ്യാനിക്കുന്ന ഒരു വിഷയം, ഈ VIP ഒക്കെ വരുമ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ പ്രസിഡൻ്റൊക്കെ വരുമ്പോൾ റിസീവ് ചെയ്യാൻ ചെല്ലുന്ന ഒരു പ്ലെയിനിൻ്റെ അടുക്കേ ചെന്ന് വിളിച്ചുകൊണ്ട് വരില്ലേ. അപ്പോൾ VIPs ഒക്കെ ഒരു സിറ്റി സന്ദർശിക്കാനായിട്ട് കിങ്ങോ അങ്ങനെയൊക്കെ വരുമ്പോൾ സിറ്റി മേയറൊക്കെ അതിൻ്റെ ബോർഡറിൽ ചെന്ന് കൂട്ടിക്കൊണ്ട് വരും. അപ്പോൾ അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ കർത്താവിന് ഒരു വരവേ ഉള്ളൂ. കർത്താവ് വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? ഈ VIP കൂട്ടിക്കൊണ്ട് വരാൻ മേഘത്തിൽ ചെന്ന് കർത്താവിനെയും കൊണ്ട് വരുമെന്നാണ് അവർ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ വേദഭാഗത്തെയൊക്കെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ നമുക്ക് അറിയാം അതല്ല സംഭവിക്കുന്നത്. കാരണം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ കുഞ്ഞാടിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കർത്താവും സഭയും കൂടിയായി ഇറങ്ങി വരുന്നത് സ്വർഗത്തിൽ. അപ്പോൾ അതിന് യാതൊരു പ്രസക്തിയില്ല. അപ്പോൾ ഇവിടെ ഈ കൊരിന്തിൽ അവർക്കറിയാം കർത്താവ് വരും, കർത്താവ് മധ്യാകാശത്ത് വന്ന് സഭയെ ചേർക്കും. ഇതൊക്കെ അപ്പോസ്തലൻ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇവരെ പഠിപ്പിച്ചു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഭയിൽ പലരും മരിച്ചുപോയി. അപ്പോൾ മരിച്ചു പോയപ്പോൾ ഇവർ അയ്യോ അവർക്ക് മിസ്സായിപ്പോയി എന്ത് റാപ്ചർ എന്ന് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം എഴുതുന്നത്, നിങ്ങൾ സങ്കടപ്പെടേണ്ട, മരിച്ചവർക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടും. കർത്താവ് മധ്യാകാശത്ത് വരുമ്പോൾ ആദ്യം അവർ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ നാം രൂപാന്തരപ്പെട്ട് നമ്മളും കൂടെ ചേർന്നാണ് കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അവർക്കിത് മിസ്സായില്ല. അതാണ് ഈ 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൽ റാപ്ചറിനെ കുറിച്ച് പറയാനുള്ള ബാക്ക്ഗ്രൗണ്ട്. എന്നാൽ 2 തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വന്നപ്പോൾ വേറൊരു വിഷയം, അതായത് ഭയങ്കരമായ പീഡയിൽ കൂടി കടന്നു പോകുക തെസ്സലോനിക്ക സഭ. അപ്പോൾ ഭയങ്കരമായ പീഡയിൽ കൂടി കടന്നു പോയപ്പോൾ ചിലർ ഇതുപോലെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതും ഇവരെ പഠിപ്പിച്ചിരുന്നു. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ഇതുപോലെ എതിർ ക്രിസ്തു വരും, വലിയ ഉപദ്രവം ലോകത്തുണ്ടാകും, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ വലിയ പീഡയിൽ കൂടി സഭ കടന്നു പോയപ്പോൾ ഇതുപോലെ അപ്പോസ്തലന്മാർ എഴുതി എന്നുള്ള ഭാവത്തിൽ ലേഖനങ്ങളായിട്ടും ഒക്കെ ഇവരോട് പറഞ്ഞ് ഇതതാ ഏത് മഹോപദ്രവമാണ്, ഇത് മഹോപദ്രവമാണ് എന്ന് പഠിപ്പിച്ചപ്പോൾ അതിനെതിരെ അപ്പോസ്തലൻ എഴുതുന്ന 2-ാം അധ്യായത്തിൽ അതല്ല, അത് സംഭവിക്കണമെങ്കിൽ അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ നടക്കണം. ഒന്ന്, വിശ്വാസത്യാഗം സംഭവിക്കണം. പിന്നെ എതിർ ക്രിസ്തു വെളിപ്പെട്ട് വരണം.
അതിനുശേഷമാണ് മഹോപദ്രവം നടക്കുന്നത്. ഇത് എല്ലാ ദൈവമക്കൾക്കുമുള്ള കഷ്ടതയാണ്, ഇത് മഹോപദ്രവമല്ല എന്ന് പറഞ്ഞാണ് ഇവിടെ അപ്പോസ്തലൻ ഈ 2-ാം അധ്യായത്തിൽ എഴുതുന്നത്. അപ്പം ഇതും എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെ ഓരോ കാലങ്ങളിൽ ഇതുപോലെയുള്ള ഇൻസിഡൻ്റൊക്കെ ലോകത്ത് വരുമ്പോൾ കർത്താവ് ഇപ്പം വരും, ഇത് മഹോപദ്രവമാണ്. അത് ആൻറ്റിക്രൈസ്റ്റിനെ സ്പോട്ട് ചെയ്ത് എത്രയോ ആൻറ്റിക്രൈസ്റ്റുകൾ ലോകത്താളുകൾ ലേബൽ ചെയ്തു അല്ലേ. ഓരോ മനുഷ്യരും വരുമ്പോൾ, ഓരോ നേതാവും വരുമ്പോൾ ഇവൻ ആൻറ്റിക്രൈസ്റ്റ് അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ നോക്കിയിരിക്കുന്നതിനേക്കാൾ ആകാംക്ഷയോടെ എതിർ ക്രിസ്തുവിനെ നോക്കിയിരിക്കുന്നവരും ദൈവജനത്തിൻ്റെ നടുവിലുണ്ട്. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ പറയുന്നതല്ല, അതിനു മുമ്പ് ഒത്തിരി കാര്യങ്ങളൊക്കെ സംഭവിക്കാനുണ്ട്. എന്നിട്ട് ഈ മധ്യാകാശ വരവിനെ കുറിച്ച് 4-ാം അധ്യായത്തിൽ 1 തെസ്സലോനിക്കയിലെ 4-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് 5-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ എന്താ പറയുന്നത്? സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾ എഴുതി അറിയിക്കാൻ ആവശ്യമില്ല. കള്ളൻ രാത്രി വരും പോലെ എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നു. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം സംഭവിക്കും. എന്നാൽ അവർക്ക് തെറ്റി ഒഴിയാവതല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ വിളിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നമുക്കറിയാം മധ്യാകാശ വരവുണ്ട്, നമ്മുടെ കർത്താവിൻ്റെ അടുക്കലുള്ള സമാഗമനം, സഭയ്ക്ക് വേണ്ടി വരുന്ന വരവുണ്ട്, ദൈവരാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടി തൻ്റെ സകല മഹത്വത്തോടെയും വരുന്ന വരവുണ്ട്, മഹത്വ പ്രത്യക്ഷത. മേഘാരൂഢനായി അവൻ വരും, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. അതുപോലെ കർത്താവ് ഇറങ്ങി വരുന്ന വരവുണ്ട്. അതിലാണ് ദൈവരാജ്യം സ്ഥാപിക്കുന്നത്, യഹൂദന്മാർക്ക് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നതൊക്കെ. അപ്പോൾ ഈ പ്രവചനങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, മർക്കോസ് 13, ലൂക്കോസ് 21, ഇതൊക്കെ പ്രവചനങ്ങളുടെ നട്ടെല്ലായിട്ട് കർത്താവിൻ്റെ ഒലിവുമല പ്രഭാഷണമാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പ്രവചനങ്ങളെല്ലാം തന്നെ കർത്താവ് ദൈവരാജ്യം സ്ഥാപിക്കാൻ വരുന്നതിനെക്കുറിച്ചുള്ള പ്രവചനമാണ്. സുവിശേഷത്തിൽ തന്നെ നമ്മൾ ഈ എക്സ്പെഷ്യലി നിങ്ങൾ ലൂക്കോസ് സുവിശേഷം 12-ാം അധ്യായം എന്നെടുത്ത് വായിച്ച് നോക്കുക. ഒരു വലിയ പുരുഷാരം കർത്താവിനെ അനുഗമിക്കുക. അപ്പോൾ കർത്താവ് പുരുഷാരത്തോട് പറഞ്ഞത്, ശിഷ്യന്മാരോട് പറഞ്ഞത്, ശാസ്ത്രിമാരോടും പരീശന്മാരോടും പറഞ്ഞത്. അപ്പം ഇത് ഓരോരുത്തരോടും കർത്താവ് പ്രത്യേകം പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ അതിനെക്കുറിച്ച് പറയാറുണ്ട്, ബൈബിളിലെ എല്ലാ തിരുവെഴുത്തും നമുക്കുള്ളതാണ്, പക്ഷെ എല്ലാം നമ്മളോടുള്ളതല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എല്ലാം നമുക്കുള്ളതാണ്, പക്ഷേ എല്ലാം നമ്മളോടുള്ളതല്ല. അപ്പം നമ്മളോടുള്ളത് ഏതാണ്? നമ്മളോടുള്ള കാര്യമാണ്. കഴിഞ്ഞ ആഴ്ച എനിക്ക് തന്നെ പാസ്റ്റർ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചെന്ന് തോന്നുന്നു. ദൈവമക്കൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കാൻ വാറും വേണ്ട, ഭൂകമ്പവും വേണ്ട, ഇതൊന്നും വേണ്ട. കാരണം നമ്മൾ സദാസമയം ഒരുങ്ങിയിരിക്കേണ്ടവരാണ്. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഫ്യൂണറൽ നടന്ന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ഫിസിക്കലായിട്ടുള്ള ഈ കണ്ണടഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും കാണുന്നെങ്കിൽ കർത്താവിനെയാണ്. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വരവും നമ്മളും തമ്മിൽ കണ്ണ് ചിമ്മുന്ന വ്യത്യാസമുള്ളൂ. ഈ കണ്ണൊന്നടഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ണ് തുറന്ന് നമ്മുടെ അകത്തെ കണ്ണ് തുറന്ന് നമ്മൾ കാണുന്ന ആരെയാ? അല്ലേ? സ്തേഫാനോസ് അങ്ങനെയല്ല നമ്മൾ കാണും. കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ സ്വർഗം തുറന്നു, മനുഷ്യപുത്രൻ നിൽക്കുന്നു. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവ് വരുന്നു. നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം കർത്താവ് വരാൻ വേണ്ടിയിട്ട് അടുത്ത കർത്തൃമേശ ദിവസമല്ല ഒരുങ്ങുന്നത്. അല്ലെങ്കിൽ ആ ഒരുക്കത്തിന് ഉണർവ് വരാൻ നോക്കണ്ട, വാറ് വരാൻ നോക്കണ്ട, ഭൂകമ്പം വരാൻ നോക്കണ്ട. പിന്നെ ഈ കാര്യം ഒരു വാറൊക്കെ നടക്കുമ്പോൾ നമ്മളെങ്ങനെ ഇളകുന്നത്, നമ്മളെങ്ങനെ ഞെട്ടുന്നത്? ആരാ ഞെട്ടുന്നത്? ഒരുങ്ങാത്തവരല്ലേ ഞെട്ടുന്നത്. ദിവസവും കർത്താവ് നമ്മൾ കിടക്കാനായിട്ട് സന്ധ്യയ്ക്ക് പോകുന്ന അന്ന് രാത്രിയിൽ കർത്താവ് വന്നാലോ
നേരം വെളുക്കുക നമ്മളറിയുക. ചിലർ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് കർത്താവ് വരുന്നതെന്ന് പുസ്തകത്തിലുണ്ട്. ചില ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നത്. അപ്പോൾ പകലായിരിക്കും രാത്രിയായിരിക്കും, കർത്താവ് ഏത് സമയത്ത് വന്നാലും ഇവിടെ പറയുന്നു നമ്മൾ ഏത് സമയത്തും ഉണർന്നും ജാഗരിച്ചും ഇരിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ ഇളകൽ കണ്ട്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ ഭയങ്കര നമ്മളിങ്ങനെ റോക്കറ്റ് കയറ്റുന്ന പോലെയുള്ള ഈ പ്രസംഗങ്ങൾ കേട്ട് എന്ത് ചേഞ്ച് സഭകൾക്കുണ്ടായിട്ടുണ്ട്. ഇപ്പം ഈ നടക്കുന്ന വാറ് വേണ്ട, കോവിഡ് എന്ത് രൂപാന്തരം നമ്മുടെ സഭകൾക്കുണ്ടാക്കി. ഈ ഗൾഫ് വാറ് ഓക്കെ, ഇതിപ്പോൾ ഗോഗമാഗോ യുദ്ധമാകട്ടെ, ഇപ്പം കർത്താവ് വരുമെന്ന് ഇതുപോലെ ഞെട്ടിക്കുന്ന ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടു. പക്ഷെ എന്ത് വ്യത്യാസം എന്നിലുണ്ടാക്കി, നമ്മിൽ ഓരോരുത്തരും ഉണ്ടാക്കി. ഒരുങ്ങിയിരിക്കുന്നവർ. ഒരു ദൈവദാസനോട് ഒരിക്കൽ ചോദിച്ചു, കർത്താവ് അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും ചെയ്യത്തില്ല, ഇപ്പം ചെയ്യുന്ന പോലെ തന്നെ ചെയ്യും. അത്രയേ ഉള്ളൂ. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇപ്പം ചെയ്തു പോരുന്നത് പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും, ഇല്ലേ? അപ്പം ഇതൊക്കെ സംഭവിച്ചു തുടങ്ങുമ്പോൾ തല ഉയർത്തി നോക്കേണ്ടത് യഹൂദനാണ്. അവന് രാജ്യം യഥാസ്ഥാനത്തിൽപ്പെടുത്തി കൊടുക്കേണ്ട കാലം വളരെ ആസന്നമായി. അപ്പോൾ ഇപ്പോൾ ഈ വാറിനുള്ള ബന്ധത്തിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഈ പ്രൊപ്പഗാൻഡയുടെ ഡെഡ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളാകെ ഏതെങ്കിലും കാര്യത്തിൽ തല ഉയർത്തണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിച്ച തല ഉയർത്തലാണ് നമുക്കാവശ്യം. കൊയ്ത്തിന് നിലം വെളുത്തിരിക്കുന്നു, തല ഉയർത്തി നോക്കിയാൽ നിങ്ങൾക്കത് കാണാം. അപ്പം ഈ സിറ്റുവേഷൻ എല്ലാം മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം നമ്മൾ ഈ വായിച്ച തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ എന്തുകൊണ്ടാണ് അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരാത്തത്? തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയിട്ടില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് വളരെ ഹൃദ്യമായി ദൈവാത്മാവ് എന്നോട് ഇടപെട്ട ഒരു വേദഭാഗമാണ്. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ മക്കളും ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വന്ന് ചെങ്കടലിൻ്റെ കരയിൽ വന്നു. ചെങ്കടലിൻ്റെ കരയിൽ വന്നപ്പോൾ ഫറവോനും അവൻ്റെ സൈന്യം, വിശേഷപ്പെട്ട 600 രഥങ്ങൾ, സകല സൈന്യവുമായിട്ട് പുറകെ വന്നു, ഇല്ലേ? പുറകെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ചെങ്കടലിൻ്റെ കരയിൽ നിൽക്കുക. അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവരുടെ മുമ്പിൽ പോയിരുന്ന ദൂതൻ പിറകിലേക്ക് വന്നു, മേഘവും മുമ്പിൽ നിന്ന് പുറകിലേക്ക് വന്നു. ഈ ഇസ്രായേൽ ജനത്തിനും മിസ്രൈം സൈന്യത്തിൻ്റെ ഇടയിൽ വന്നു നിന്നു. വേറെ ഒരു കാര്യം കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഫറവോനെയും അവൻ്റെ സൈന്യത്തെയും അന്ധകാരത്തിൽ അടച്ചു വെച്ചു. നിങ്ങളതിൻ്റെ ആ മിസ്റ്ററി അതൊന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അന്ധകാരത്തിൽ അടച്ചു വെച്ചു. അവർക്ക് കൂരിരുട്ട. തൻ്റെ ജനത്തിനും അവൻ പ്രകാശമാക്കി കൊടുത്തു. അപ്പോൾ ഈ ഇസ്രായേലിൻ്റെയും മിസ്രൈം സൈന്യത്തിൻ്റെയും നടുവിൽ അവർക്ക് ഇരുട്ടും ഇവർക്ക് പ്രകാശം. എപ്പോൾ വരെയാണ്? അവസാനത്തെ കുളമ്പും മറുകര കടക്കും വരെ അനങ്ങിക്കൂടാതെ വണ്ണം ഫറവോനെയും അവൻ്റെ സൈന്യത്തെയും തടുത്ത് നിർത്തി. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ലോകത്ത് ഈ അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിക്കുന്നുണ്ട്. ഈവൻ ഈ രാജ്യത്ത് പോലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ ഇല്ലുമിനാറ്റി, അങ്ങനെയൊക്കെ ധാരാളം മിസ്റ്ററീസ് ലോകത്തുണ്ട്. അതൊക്കെ സത്യമാണ്. ഡീപ്പ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. ഈ ലോകത്ത് ഈ ഗവൺമെൻറ്റുകളൊക്കെ നിയന്ത്രിക്കുന്നത് അവിടുത്തെ പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററും ഒന്നുമല്ല. അവരൊക്കെ വെറും പപ്പറ്റുകളാണ്. അവരൊക്കെ ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. റിയലായിട്ട് ഈ വേൾഡിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അത് പല പേരിൽ, ഇപ്പോൾ ഫ്രീമേസൻ്റെയൊക്കെ ശലോമോൻ രാജാവിൻ്റെ കാലത്ത് മുതലേ ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി മിസ്റ്ററീസ് ലോകത്തിലുണ്ട്. ഇപ്പം ഇപ്പോഴാണ് നമ്മളറിയുന്ന ഈ ഗവൺമെൻറ്റൊക്കെ ആരാ ഇതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് ഇതുവരെ? ഈ പല ലോകത്തെ മുഴുവൻ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ചില മിസ്റ്ററി മർമ്മങ്ങളുണ്ട്. അത് അധർമ്മത്തിൻ്റെ മർമ്മങ്ങളാണ്.
അപ്പോൾ ആ ആംഗിളിൽ ഞാൻ പറയട്ടെ, ഒത്തിരി ഡീറ്റെയിലേക്ക് അതിനെക്കുറിച്ച് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ആ അധർമ്മത്തിൻ്റെ മർമ്മത്തെ ദൈവം ഇപ്പം തടുത്ത് നിർത്തിയിരിക്കുക. എന്തിനു വേണ്ടിയാണ്? ഒരു ഷോർട്ട് ടൈമിലേക്ക്. ദൈവത്തിൻ്റെ പർപ്പസ് എന്താ? നിത്യജീവനായി നിയമിക്കപ്പെട്ട അവസാനത്തെ ആളും അക്കരെ കടക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ കുറേ വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട്, ഇപ്പോൾ ഒരു മിസ്റ്ററിയാണ്. ഞങ്ങൾ 30 വർഷം സൗദി അറേബ്യയിൽ ഉള്ള സ്ട്രീറ്റിൽ കൂടി, റോഡിൽ കൂടി എല്ലാം വണ്ടി ഓടിച്ച് കർത്താവെ ഈ രാജ്യങ്ങളെ, ഈ മുസ്ലിം രാജ്യങ്ങളെ സന്ദർശിക്കണം എന്തുമാത്രം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് അല്ലേ? അതുപോലെ ഇപ്പം ഞാനൊക്കെ അന്നേരം കർത്താവെ, അപ്പോഴൊക്കെ നമ്മൾ ഞാൻ ഭാവന ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ ഇസ്രായേൽ മക്കൾ ഈ എരിഹോ കോട്ടയുടെ ചുറ്റും നടക്കുന്ന പോലെയാണ്. കർത്താവെ, ഞങ്ങൾ വിചാരിച്ച ഇതിൽ നിന്ന് ഒരു കല്ല് പോലും അടർത്താൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഇതിങ്ങനെ ചുറ്റിയല്ലാതെ ഞങ്ങൾ വിചാരിച്ച ഒരു കല്ല് പോലും ഇതിൽ നിന്ന് അടർത്താൻ പറ്റത്തില്ല. പക്ഷേ ദൈവമേ, ഒരു സമയം വരും, നിൻ്റെ കരമിറങ്ങി വരുമ്പോൾ, എരിഹോ കോട്ടയെ ദൈവം തകർത്ത് കളഞ്ഞപ്പോൾ നമ്മൾ ഓരോരുത്തൻ നേരെ മുമ്പോട്ട് കടന്നു, പട്ടണം മുഴുവൻ അവർക്ക് കൊള്ളയായി തീർന്നു എന്ന് വായിക്കുന്നു. അപ്പം നമുക്ക് ഒരു സീസണിൽ ചുറ്റാൻ മാത്രമേ കഴിയത്തുള്ളൂ. അപ്പം ദൈവമാണ് തകർക്കുന്നത്. അപ്പം അതുപോലെ നൂറ്റാണ്ടുകൾ കൊണ്ട് ദുഷ്ടനായ പിശാച് കെട്ടി ഉയർത്തിരിക്കുന്ന ഇതുപോലെ ഒത്തിരി കോട്ടകളുണ്ട്. ഇപ്പം ഇസ്ലാം ഒരു കോട്ടയാണ്, പാരമ്പര്യ കോട്ടകളുണ്ട്, സമുദായങ്ങളുണ്ട്, ജാതീയ കോട്ടകളുണ്ട്, ഇതുപോലെയുള്ള ഇസങ്ങളുണ്ട്. കമ്മ്യൂണിസം മുതൽ എല്ലാ ഇസങ്ങളുമുണ്ട്. ഇവാഞ്ചലിസവും ബാപ്റ്റിസവും ഒഴികെയുള്ള എല്ലാ ഇസങ്ങളും പിശാചിൻ്റെയാണ്. ഈ 2 ഇസം മാത്രമേ ദൈവത്തിൻ്റെ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ ഇസങ്ങളും പിശാചിൻ്റെയാണ്. ഈ മിസ്റ്ററി എല്ലാം കെട്ടിപ്പൊക്കി ഇങ്ങനെ നിർത്തിയിരിക്കുക. പക്ഷേ ഒരു സമയം വന്നിരിക്കുന്നു, നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഈ വർഷങ്ങൾ കൊണ്ട് പിശാച് കെട്ടിപ്പൊക്കിക്കൊണ്ടിരുന്ന ഈ അധർമ്മത്തിൻ്റെ മർമ്മത്തെയെല്ലാം ദൈവം ഫ്രീസ് ചെയ്തിരിക്കുന്ന ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് ലോകത്ത് മുഴുവൻ കാണാൻ തക്കവണ്ണം കഴിയും. എന്തിനു വേണ്ടിയിട്ടാണ്? ഒറ്റ പർപ്പസുള്ളൂ ദൈവത്തിന്. ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ, അവിടെ ഒരു മനുഷ്യൻ വലിയൊരു അത്താഴം ഒരുക്കി പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്ത് അവൻ തൻ്റെ ദാസനെ അയച്ച് ക്ഷണിച്ചവരോടെല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീനെന്ന് പറയിച്ചു. എല്ലാവരും ഒരുപോലെ ഒഴുകഴി പറഞ്ഞു തുടങ്ങി. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. ഇത് തന്നെ വേറൊരു അർത്ഥത്തിൽ മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ മത്തായി സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ ഇവിടെ ലൂക്കോസ് 14-15 മുതലുള്ള വാക്യങ്ങളിൽ വ്യത്യസ്തമായ തരത്തിലാണെങ്കിലും അതിൻ്റെ ആശയം ഇതാണ്: ഒരു രാജാവ് തൻ്റെ മകന് വേണ്ടി കല്യാണ സദ്യ കഴിച്ചു. അപ്പോൾ ആദ്യം ഇൻവിറ്റേഷൻ പോയി, ആദ്യം സേവ് ദ ഡേറ്റ് പോയി. സേവ് ദ ഡേറ്റ് പോയത് യഹൂദന്മാർക്കാണ്. അതെന്നു മുതൽ തുടങ്ങി, ഏദൻ തോട്ടം മുതൽ തുടങ്ങിയേക്കുന്ന സേവ് ദ ഡേറ്റ്. ഇങ്ങനെ ഒരു ദിവസം വരുന്നുണ്ട്. അപ്പോൾ കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ വന്ന് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ആദ്യം കർത്താവ് 12 ശിഷ്യന്മാരെ വിളിച്ചു. എല്ലാ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾ പാർക്കുന്ന എല്ലായിടത്തേക്കും ചെന്ന് പറഞ്ഞു, ഇതാ സമയമായി എന്ന് പറഞ്ഞു. അവരാരും കൂട്ടാക്കിയില്ല. അതിൻ്റെ പുറകെ 70 പേരെ പറഞ്ഞയച്ചു. കർത്താവ് തനിക്ക് മുമ്പ് എല്ലാ ഊരുകളിലേക്കും ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾ പാർക്കുന്നിടത്തേക്ക് 12 ശിഷ്യന്മാരെ അയച്ചു, പിന്നെ 70 പേരെ അയച്ചു. എന്താ ഈ പറഞ്ഞത്? നിങ്ങൾ ആ സേവ് ദ ഡേറ്റ് പറഞ്ഞില്ലേ, ആ ഡേറ്റ് വന്നിരിക്കുന്നു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. പക്ഷെ അവർ ഒഴിവുകഴിവ് പറഞ്ഞു എന്നാ പറയുന്നത്. ഈ ഒഴിവുകഴിവ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ശരിക്കും നമുക്ക് പോകാൻ താല്പര്യമില്ല. പക്ഷെ അങ്ങനെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ? ഇല്ലേ? പാസ്റ്റർക്ക് ഇന്നലെ എന്താ പ്രാർത്ഥനയ്ക്ക് വരാമെന്ന് ചോദിച്ചാൽ എനിക്ക് താല്പര്യമില്ല പ്രാർത്ഥനയ്ക്ക് വരാൻ. ആരെങ്കിലും പറയുമോ? പക്ഷെ സത്യം അതാ. പക്ഷെ ആരെങ്കിലും പറയുമോ അങ്ങനെ?
അവരെന്ത് പറയും? അത് ഇന്നലെ പാസ്റ്ററെ. അപ്പോൾ അത് പറയാൻ തുടങ്ങുമ്പോഴേ നമുക്കറിയാം ഇത് ഒഴിവ് കഴിവാണ്. വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് എക്സ്ക്യൂസ് പറയുന്നതാണ് ഈ ഒഴിവ് കഴിവെന്ന് പറയുന്നത്. നിങ്ങൾ ആ ഉപമ, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊക്കെ പോകാത്ത. അപ്പോൾ പല റീസൺസ് അവർ പറയുന്നുണ്ട്. ഈ റീസണൊക്കെ ശരിക്കും ഉടന്ത ന്യായങ്ങളാണ്, ഇല്ലേ? കാളയെ പൂട്ടാൻ നാളെ പൂട്ടിയാൽ പോരെ, ഇന്ന് പോകേണ്ട നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കാവുന്ന കാര്യമല്ലേ? അല്ലെങ്കിൽ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ ഭാര്യയും കൊണ്ടിഞ്ഞ് വന്നാൽ പോരെ, ഇല്ലേ? അപ്പം ഇതെല്ലാം ഞങ്ങൾക്ക് താല്പര്യമില്ല. ഈ കല്യാണത്തിൽ ഞങ്ങൾക്കിതിന് താല്പര്യമില്ല. പക്ഷെ അത് നേരെ പറയുന്നതിന് പകരം ഇവർ ഒഴിവ് കഴിവ് പറയുന്നതാണ്. അപ്പോൾ മിക്കവാറും ആത്മീയ കാര്യത്തിലൊക്കെ നമ്മളും ഇവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. യഹൂദന്മാരൊക്കെ ഇത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. നമുക്ക് താല്പര്യമില്ല, അതുകൊണ്ട് എക്സ്ക്യൂസുകൾ കണ്ടുപിടിച്ച് നമ്മൾ വരാതിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഇത് ജാതികളിലേക്ക് തുറന്നു കൊടുത്തു. വിളിക്കപ്പെട്ടവർ യോഗ്യരായില്ല. സേവ് ദ ഡേറ്റ് പറഞ്ഞു. കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ വന്നു പറഞ്ഞു. സമയമായപ്പോൾ യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചു. 12 അപ്പോസ്തലന്മാർ ചെന്ന് പറഞ്ഞു. 70 പേര് ചെന്ന് പറഞ്ഞു. അവർക്ക് മനസ്സായില്ല. അപ്പം അതുകൊണ്ട് ദൈവം പറഞ്ഞു ദാസന്മാരോട്, നിങ്ങൾ ഇനി ചെന്ന് ഈ ക്ഷണിക്കപ്പെട്ടവരെ നോക്കണ്ട, വെളിയിലേക്ക് ഇറങ്ങി കാണുന്നവരെല്ലാം വിളിച്ചോണ്ട് പോവാ. അങ്ങനെയാണ് കഴിഞ്ഞ 2000 വർഷമായിട്ട് ജാതികൾ, ഭാഷകൾ, ഗോത്രങ്ങൾ, വംശങ്ങളിൽ നിന്നെല്ലാം ആയിരങ്ങൾ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുക. യോഹന്നാന്റെ സുവിശേഷം വായിക്കുന്ന പോലെ അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരവനെ കൈക്കണ്ടില്ല. അപ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പം ഈ ഇൻവിറ്റേഷൻ എക്സ്റ്റെൻഡ് ചെയ്തു എല്ലാവർക്കും. ഇവർ പോയി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അനേകർ വരുന്നവർ കല്യാണ വസ്ത്രം കൊടുത്ത് ഇതിൽ കയറ്റിക്കൊണ്ടിരിക്കുക. മാത്യു 22 ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല, ഈ ഉപമയല്ല എൻ്റെ വിഷയം എന്നുള്ളത് കൊണ്ട്. എന്നിട്ട് ആ ഫേസ് കഴിഞ്ഞു. അവസാനത്തെ ഫേസ്, പിന്നെ ദാസൻ യജമാനെ കൽപ്പിച്ചതുപോലെ ചെയ്തിരിക്കുന്നു, ഇനിയും സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. യജമാനൻ ദാസനോട്, നീ പെരുവഴിയിലും വേലിക്കരികയും പോയി എൻ്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്ത് വരുവാൻ നിർബന്ധിക്കുക. ഇത് ഫൈനൽ സ്റ്റേജാണ്, ലാസ്റ്റ് ഫേസ്. ലാസ്റ്റ് ഫേസിൻ്റെ പർപ്പസ് എന്താണ്? എൻ്റെ വീട് നിറയേണ്ടതിന് 1500 മൈൽ നീളവും വീതിയും ഉയരവുമുള്ള കഴിഞ്ഞ 2000 വർഷമായിട്ട് ദൈവശില്പിയായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ ആ വീട്, അത് നിറയ്ക്കണം. അപ്പം വീട് നിറയ്ക്കുന്ന ഫൈനൽ ഹാർവെസ്റ്റ്, ലാസ്റ്റ് ഫേസ് ഹാർവെസ്റ്റിൻ്റെ, ആ ഹാർവെസ്റ്റ് ദൈവം റിസർവ് ചെയ്ത് വെച്ചിരിക്കുക. അത് ചിലപ്പോൾ ആഴ്ചകളായിരിക്കാം, മാസങ്ങളായിരിക്കാം, വർഷങ്ങളായിരിക്കാം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നു, കഴിഞ്ഞ 1-2 മാസമായിട്ട് ദൈവാത്മാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മിഡിൽ ഈസ്റ്റിലെ വാറ്. ഇപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായ, ഈ രാജ്യത്ത് ദൈവം എഴുന്നേൽപ്പിച്ച പ്രസിഡൻറ്റ്, ഇസ്രായേലിൽ ദൈവം നിർത്തിയിരിക്കുന്ന പ്രസിഡൻറ്റ്, അതേസമയം തന്നെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ റഷ്യയും ചൈനയൊക്കെ വീക്കായി പോയത്. അപ്പം ഇങ്ങനെ ഒരു വലിയ ദൈവപ്രവൃത്തി, അധർമ്മത്തിൻ്റെ മർമ്മത്തെയൊക്കെ തടുത്തു നിർത്തി. ഇനിയിപ്പോൾ ഈ ഗേ മാരേജുകാരും അതുപോലെയുള്ള ഈ വ്യാപരിക്കുന്ന ഈ മിസ്റ്ററിയൊക്കെ ഇപ്പം തല താത്തിയിരിക്കുക, എല്ലാം ഒതുങ്ങിയിരിക്കുക. എന്തിനാ? ഒരു ഷോർട്ട് ടൈമിലേക്ക് പൂർവാധിക ശക്തിയോടെ ഇവരെല്ലാം എഴുന്നേറ്റ് വരും. പൂർവാധിക ശക്തിയോടെ മിഡിൽ ഈസ്റ്റും ചൈനയും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും എല്ലാം അവസാനത്തെ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങും. പക്ഷെ അവർക്ക് ടൈം വേണം. ഇനി നിങ്ങൾ വിചാരിക്കുന്ന ഈ അറബികളൊക്കെ സുല്ലിട്ടെന്ന്, നെവർ. എത്ര യുദ്ധത്തിൽ തോറ്റെന്ന് പറഞ്ഞാലും അവർ പിന്നെ അവരുടെ വെറുപ്പ്, യഹൂദനോടുള്ള അവരുടെ വെറുപ്പ് അവരിന്ന് ഹൃദയത്തെ സൂക്ഷിക്കുകയാണ്.
അവരെ മുടിക്കുക എന്നുള്ളത് അവരുടെ ജീവിതാഭിലാഷമായിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുക. അപ്പം ഇപ്പോൾ അവർ വീക്കായി കഴിഞ്ഞ് എന്ത് ചെയ്യും? ഇനി കുറേ വർഷങ്ങൾ കൊണ്ട് അവർ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? വീണ്ടും ശക്തിയോടെ. അപ്പം ഇപ്പം ഈ അമേരിക്ക ഒന്ന് വീക്കായാൽ മതി, ബാക്കിയെല്ലാം ചൈനയും അവരെല്ലാം സ്ട്രോങ് ആയിട്ട് ഈ ഗോഗ് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ ആയിട്ട് ഇനിയും വരും. പക്ഷെ ഈ യുദ്ധം ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ഈ യുദ്ധം, കാരണം ഗോഗ് യുദ്ധത്തെക്കുറിച്ച് എഹെസ്കേൽ പ്രവചനത്തിൽ വായിക്കുമ്പോൾ അത് ഇസ്രായേൽ സമാധാനമായിട്ട് കഴിയുന്ന ഒരു കാലത്താണ് അവർ വരുന്നത്. അപ്പം ഈ വാറ് സെറ്റിലായി കഴിഞ്ഞാൽ ഒരു സമാധാനം കുറച്ച് വർഷത്തേക്ക് വരും, കുറച്ച് വർഷത്തേക്ക് സമാധാനം വരും. ഈ അധർമ്മത്തിൻ്റെ മർമ്മമെല്ലാം ഇപ്പം പത്തി താഴ്ത്തി അടങ്ങിയിരിക്കുക. എന്തിനാ ദൈവം ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ ഫൈനൽ ഹാർവെസ്റ്റിന്. ഇപ്പം ഈ അവസാനത്തെ ഹാർവെസ്റ്റ്, ഈ ഹാർവെസ്റ്റിന് ദൈവം റിസർവ് ചെയ്തിരിക്കുന്ന ചില വർഷങ്ങളുണ്ട്. വീട് നിറയ്ക്കുന്ന അവസാനത്തെ ഉണർവ്, വീട് നിറയ്ക്കുന്ന കൊയ്ത്ത്, ലാസ്റ്റ് ഫേസ്. അപ്പം അതിനു വേണ്ടി ദൈവം കരുക്കളെ നീക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് കാലങ്ങളെ വിവേചിക്കുന്ന നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ വല്ലവരും ഇങ്ങനെ പറഞ്ഞ് ഇപ്പം കർത്താവ് എപ്പോൾ വേണമെങ്കിലും വന്നോട്ടെ, അതിന് നമുക്കെന്താ? കർത്താവ് എപ്പോൾ വന്നാലും നമുക്കൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ സാധാരണ പറയാറുണ്ട്, നിങ്ങൾ എന്തിനാ ഇപ്പോൾ കർത്താവ് വന്നങ്ങ് പോകാൻ ധൃതിപ്പെടുന്നേ? അങ്ങനെ ധൃതിപ്പെടുവൊന്നും വേണ്ടെന്ന്, നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് ഒന്നും ചെയ്യാനില്ല. ഇവിടെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ചില പ്രായമുള്ളവരോടൊക്കെ സംസാരിക്കും, ഇനി അങ്ങ് പോയാൽ മതി. ഇല്ല, പോകാൻ അവിടെ ചെന്നിട്ടൊന്ന് ഈ ഗദരദേശത്ത് കർത്താവ് ചെന്ന ഒരു മനുഷ്യൻ്റെ ഭൂതം പുറത്താക്കി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. പുള്ളി പറഞ്ഞു, ഞാനും പോരും അക്കരയ്ക്ക്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എന്തിനാ അക്കരയ്ക്ക് പോരും? നീ ഇവിടെ നിൽക്ക്, നിന്നെക്കൊണ്ട് ഇവിടെ ആവശ്യമുണ്ട്, നീ ഇപ്പം അങ്ങ് പോരാൻ ധൃതിപ്പെടണ്ട എന്ന് പറഞ്ഞതുപോലെ ഈ അവസാനം ദൈവം വർഷങ്ങളായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് ഈ ലോകരാജ്യങ്ങളെല്ലാം പരിവർത്തിച്ച് ഈ അവസാനത്തെ ഫേസ് വീട് നിറയ്ക്കുന്ന കൊയ്ത്തിന് വേണ്ടിയിട്ട്, ഉണർവിന് വേണ്ടിയിട്ട് ദൈവം ഇങ്ങനെ കാലങ്ങളെല്ലാം ഇതുപോലെ ഒരുക്കിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ തല ഉയർത്തി നോക്കേണ്ടത് ഈ വരാൻ പോകുന്ന വലിയ കൊയ്ത്തിനെയാണ്. അങ്ങനെ ഒരു വിഷൻ ദൈവാത്മാവ് ഇന്ന് നമുക്ക് നൽകട്ടെ. ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് പറയുന്നതൊന്നുമല്ല, ചില മാസങ്ങളായിട്ട് ദൈവം എന്നോട് സംസാരിക്കുന്ന ഒരു വിഷയമാണ്. അത് മാത്രമല്ല, എത്രയോ വർഷങ്ങളായിട്ട് പ്രവചനം പഠിപ്പിക്കുകയും ചെയ്യുന്ന, എവിടെയെങ്കിലും ഒരു വാറ് കണ്ട ഉടനെ ഇതാ വാറാണെന്നൊന്നും മനസ്സിലാക്കേണ്ട കാര്യം ദൈവവചനത്തിൽ നിന്നും ഇല്ല. അപ്പോൾ ഈ നമുക്കിനി ലൂക്കോസ് സുവിശേഷത്തിൽ മടങ്ങി വന്ന് ആ തല ഉയർത്തുന്നതിനെക്കുറിച്ച് ചില ചിന്തകൾ നമുക്ക് നോക്കാം. ഇവിടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന 4 മാസം കഴിയുമ്പോൾ കൊയ്ത്ത് വരും. എന്നാൽ ജനുവരിയിലാണ് അവരുടെ സമ്മറിൽ കൊയ്ത്ത് വരിക. അപ്പം ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കൃഷിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ക്ലൈമാക്സാണ്. പലരും എന്നോട് സാധാരണ ചോദിക്കാറുണ്ട്, ബ്രദർ എങ്ങനെയാണ് ഈ ബൈബിൾ സ്കൂളിൽ പോകാതെ ഈ ദൈവവചനം പ്രസംഗിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. അതിന് സിമ്പിളായിട്ടുള്ളൊരു കാര്യം, ഒന്ന് ബൈബിൾ വായിക്കും, ഒത്തിരി വായിച്ചിട്ടുണ്ട്. 2 ബൈബിൾ വായിക്കുന്ന മറ്റ് പലരും ഞാൻ പറഞ്ഞു കേട്ടതുപോലെ വായിക്കുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ വായിച്ച ആയുസ്സിൽ നിങ്ങൾ ബൈബിളിൽ നിന്നൊന്നും പഠിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് 2 അധ്യായം വായിക്കും, പഴയ നിയമത്തിൽ നിന്ന് 2 അധ്യായം വായിക്കും, സങ്കീർത്തനത്തിൽ നിന്ന് 2 അധ്യായം വായിക്കും. ഇങ്ങനെ 50 പ്രാവശ്യം ബൈബിൾ വായിച്ചു. അങ്ങനെ 100 പ്രാവശ്യം വായിച്ചാൽ ഇതിൻ്റെ അകത്തുനിന്നൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. കാരണം ഈ അധ്യായവും ഈ വാക്യങ്ങളൊക്കെ 1000 വർഷം കഴിഞ്ഞ് വന്നതാണ്. ഇതൊരു പുസ്തകമായിട്ട് എഴുതിയേക്കുന്നത്. അപ്പോൾ ബൈബിൾ വായിക്കേണ്ട ഒരു പുസ്തകം വായിക്കണം. തെസ്സലോനിക്ക ലേഖനം എടുത്താൽ തെസ്സലോനിക്ക ലേഖനം 1ഉം 2ഉം വായിക്കണം. അപ്പം നമുക്ക് മനസ്സിലാകുക ആരോട് പറഞ്ഞതാ, എന്ത് സാഹചര്യത്തിൽ പറഞ്ഞ, എന്തിന് പറഞ്ഞതാ. അല്ല, ഒരധ്യായം വായിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാകാന്? ബൈബിൾ അങ്ങനെ വായിക്കണം. ഓരോ പുസ്തകം എടുത്ത് വായിക്കണം. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാറുണ്ട്,
ഈ പുസ്തകത്തിൽ കൃഷി, മീൻ വളർത്തൽ, ആടുമാടുകളെ വളർത്തൽ, ഈ മെയിനായിട്ട് സകല എക്സാമ്പിൾ ഇതിൽ നിന്ന്. ഇപ്പം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒരു കൃഷിക്കാരൻ്റെ വീട്ടിൽ ജനിച്ചുകൊണ്ട് കൃഷി, അത്യാവശ്യം മീൻപിടുത്തം, അതുപോലെ ആട്, മാട്, കന്നുകാലികൾ, കോഴി, താറാവ്, ഇതെല്ലാം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതെല്ലാം അടുത്ത് നിന്ന് കൊച്ചിലെ മുതൽ ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം കണ്ടു വളർന്നതും ഒടുവിൽ ഹയർ സ്റ്റഡീസിന് എന്ന വണ്ണം ദൈവം മിഡിൽ ഈസ്റ്റിൽ കൊണ്ടുപോയി ഈ പുസ്തകം എഴുതിയ ബാക്ക്ഗ്രൗണ്ട്, അവിടുത്തെ കൾച്ചറ്, അവിടെ ഇപ്പോഴും എങ്ങനെയാണ് കല്യാണങ്ങൾ നടക്കുന്നത്, അവിടുത്തെ ജീവിത രീതികളൊക്കെ അടുത്ത് നിന്ന് കാണാനുമുള്ള ഒരു ഭാഗ്യം കിട്ടിയപ്പോൾ അത് അനേക വർഷം സെമിനാരി പഠിക്കുന്നതിനേക്കാളും വളരെ പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് ഒരു സത്യം. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃഷിക്കാർക്കറിയാം നിലം ഉഴുവണം, അത് കഴിഞ്ഞ് വിത്ത് വിതയ്ക്കണം, നനയ്ക്കണം, വളമിടണം, കള പറിക്കണം, ഇതെല്ലാം പ്രോസസ്സും നാളുകൾ കൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇതെല്ലാം എന്തിനു വേണ്ടി? ഒറ്റ കാര്യത്തിന്, ഹാർവെസ്റ്റ്, കൊയ്ത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രിപ്പറേഷൻ മുഴുവൻ. അപ്പോൾ കൊയ്ത്താണ് ഇതിൻ്റെ ക്ലൈമാക്സ്. അപ്പം ഇതെല്ലാം ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കൊയ്ത്തിന് വേണ്ടിയിട്ടാണ്. അതിനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, കൊയ്ത്ത് കൊയ്ത്ത് കൊയ്ത്ത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ പദ്ധതികളാണ് ഇതെങ്കിൽ ഈ ലോക സാഹചര്യങ്ങളെല്ലാം ദൈവം, ഇപ്പോൾ കമ്മ്യൂണിസം ഒതുങ്ങി, അവിടെ ഒതുങ്ങി, ഇവിടെ ഒതുങ്ങി, ഇസ്ലാമിനെല്ലാം ഒതുക്കി, ഇവിടുത്തെ ഈ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന അധർമ്മത്തിൻ്റെ മർമ്മം എല്ലാം ഒന്ന് ഒതുങ്ങി. ഇതെന്തിനാ സാധാരണ ഏതെങ്കിലും മനുഷ്യരെ കൊണ്ട് പറ്റുന്നതാണോ? ദൈവമായി ഇതൊക്കെ പ്രവർത്തിച്ചുകൊണ്ട്. എന്തിനു വേണ്ടിയാണ് ദൈവം ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ? നിങ്ങൾ 1-ാം നൂറ്റാണ്ടിനെ കുറിച്ച് പഠിക്കുക. റോമൻ സാമ്രാജ്യം വന്നു, ഗ്രീക്ക് സാമ്രാജ്യം വന്നു, ലോകത്തെല്ലാം ഒരു ഭാഷയായി. അതുപോലെ റോമൻ സാമ്രാജ്യം വന്നു, ലോക രാജ്യങ്ങളെല്ലാം ബന്ധിപ്പിക്കുന്ന ഹൈവേകളുണ്ടായി. ഇതെന്തിനാ ദൈവം അതൊക്കെ കറക്റ്റ് സമയത്ത് ഇതെല്ലാം ഒരുക്കി, തക്ക സമയത്ത്, കാലസമ്പൂർണതയിൽ പുത്രൻ വരാൻ വേണ്ടിയെല്ലാം പ്രിപ്പയർ. അപ്പോൾ ഓരോ കാര്യത്തിനും ദൈവമാണ് നിലമൊരുക്കുന്നത്, ദൈവമാണ് സാഹചര്യങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ ഈ അവസാനത്തെ ഹാർവെസ്റ്റ്, നിങ്ങളിനി വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കൊയ്ത്ത് നടക്കും. ആദ്യം യവക്കൊയ്ത്ത്, പിന്നെ മുന്തിരിക്കൊയ്ത്ത് വരുന്നത്. അപ്പോൾ മുന്തിരിക്കൊയ്ത്ത് വലിയ രക്തപ്പുഴയൊക്കെ ഒഴുകുന്ന മഹോപദ്രവകാലം, അവസാനത്തെ വാറിന് മുമ്പ് കൊയ്ത്ത് നടക്കുന്ന ഓർഡറിൽ. പലസ്തീൻ ദേശത്തെ അവിടുത്തെ രീതി അത് ആദ്യ സമ്മറിൽ യവക്കൊയ്ത്ത് നടക്കും, പിന്നെയാണ് മുന്തിരിക്കൊയ്ത്ത് നടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ദൈവം എല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഹാർവെസ്റ്റിന് വേണ്ടി. അപ്പോൾ ഈ ഹാർവെസ്റ്റിന് വേണ്ടിയിട്ട് ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹാർവെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാ ഞാൻ പറഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ ഈ കൃഷി കണ്ടിട്ടില്ലാത്തവരോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. ഈ കൊയ്ത്ത്, ഈ നെല്ല് വിളഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് നെൽകൃഷിയായിരുന്നു, ഇത് ചുരുങ്ങിയ ചില ദിവസങ്ങളാണ് നിൽക്കത്തുള്ളൂ. അപ്പോൾ ആ ഷോർട്ട് ടൈം കഴിഞ്ഞാൽ, കാരണം ഈ സമ്മർ കഴിഞ്ഞാൽ പിന്നെ മഴ വരിക. അപ്പോൾ ഒന്നുകിൽ മഴ വന്നാൽ, അല്ല എങ്കിൽ ഇത് കൊയ്യാൻ താമസിച്ചു കഴിഞ്ഞാൽ ഈ തണ്ടിൻ്റെ ബലം ക്ഷയിക്കും. തണ്ടിലെ ബലം ക്ഷയിക്കുമ്പോൾ ഈ കതിരിൻ്റെ വെയിറ്റ് കൊണ്ട് ഇത് മറിഞ്ഞു കഴിഞ്ഞാൽ ഇത് വെള്ളത്തിലടിഞ്ഞു പോകും. അപ്പോൾ കൊയ്യാൻ പറ്റും. അപ്പോൾ കൊയ്യാൻ കിട്ടുന്നത് ചുരുങ്ങിയ ദിവസങ്ങളാണ്. അതുകൊണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നത്, എൻ്റെ ഫാദറൊക്കെ വൈകിട്ട് അയ്യോ അന്വേഷിച്ചിട്ട് കൊയ്ത്തുകാരെ കിട്ടുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടിട്ടും കണ്ടിട്ടും ഉള്ളവരാണ് കർത്താവിൻ്റെ ആ വിലാപം, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കമെന്ന് കർത്താവ് വിലപിക്കുമ്പോൾ ഒരു കൃഷിക്കാരൻ്റെ വേദന നമ്മൾ മനസ്സിലാക്കണം. കാരണം മാസങ്ങളുടെ അധ്വാന, ഒരാഴ്ച കിട്ടും കൂടി വന്ന കൊയ്യാൻ, അപ്പോഴേക്ക് മഴ വരും. ഈ മഴയ്ക്ക് മുമ്പ് എന്ത് ചെയ്യണം? ഇത് കൊയ്തെടുക്കണം, അല്ലെങ്കിൽ ചെളിയിലായി പോകും, അല്ലേ? ആ വേദന കൊണ്ടാണ് എൻ്റെ ഫാദറൊക്കെ വന്നു പറഞ്ഞു, അയ്യോ എല്ലായിടത്തും പോയി അവരെ വിളിച്ചു നോക്കി, ഇവരെ വിളിച്ചു നോക്കി, അവരെല്ലാം ബിസിയാണ്, കൊയ്യാൻ ആളെ കിട്ടിയെന്നില്ല എന്ന് പറഞ്ഞ് ആ സങ്കടം നമ്മൾ, കാരണം കൊയ്തെടുത്തില്ലെങ്കിൽ അവർക്കറിയാം പോയി, അത് മുഴുവൻ ചെളിയിൽ പൂണ്ടുപോയി. ഇനി ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം വായിക്കുക. ഒരു മനുഷ്യൻ പുലർച്ചയ്ക്ക് പുറപ്പെട്ട് എന്തിനു വേണ്ടിയാണ്? തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ
വേലക്കാരെ അന്വേഷിക്കാൻ. രാവിലെ 6 മണിക്ക് ചെന്നിട്ട് പറഞ്ഞ് എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ല്. അത് കഴിഞ്ഞ് 9-ാം മണി, രാവിലെ 9 മണിക്ക് ചെന്ന് കണ്ടവരോട് പറഞ്ഞ് എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ല്. 12 മണിക്ക് ചെന്നിട്ട് പറഞ്ഞ് എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ല്. 3 മണിക്ക് ചെന്ന് കണ്ടവരോട് പറഞ്ഞ് എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ല്. വൈകിട്ട് 5 മണി സമയത്ത് ഈ മനുഷ്യൻ ചെന്ന്, ഇനി 1 മണിക്കൂറും കൂടിയുള്ളൂ, എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ല്. എന്താ ഇത്ര അർജൻസി? 1 ദിവസത്തെ കൂലി ഞാൻ തരാം, 1 മണിക്കൂറാ ജോലിയുള്ളൂ, പക്ഷെ എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ല്. കാരണം ഗാദർ ചെയ്യാൻ പറ്റുന്ന അത്രയും ഗാദർ ചെയ്തില്ലെങ്കിൽ ബാക്കി ലോസ്റ്റാ. അതാ നമ്മൾ കൃഷിയെക്കുറിച്ച് പറഞ്ഞ മുന്തിരിയൊക്കെ പഴുത്ത് നിൽക്കുന്ന ഷോർട്ട് ടൈമുണ്ട്. ആ ഷോർട്ട് ടൈമിൽ എന്തോരം ഗ്യാദർ ചെയ്യാൻ പറ്റുന്നോ അത്രയും കിട്ടി. ബാക്കിയുള്ള എന്തായിപ്പോയി? ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. എന്തോരം ഗ്യാദർ ചെയ്യാൻ പറ്റുന്നോ അത്രയും കിട്ടി, ബാക്കിയുള്ളത് ലോസ്റ്റാ. അതാണ് അതിൻ്റെ അർജൻസി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ബന്ധപ്പെടുത്തി 1 മണി. ഞാൻ സാധാരണ ചിന്തിക്കാറ്, നമ്മളിപ്പോൾ സ്നാനപ്പെടുത്തേച്ച് കയറ്റി വിടുമ്പോൾ മരണപര്യന്തം അതെയോ ജീവപര്യന്താ 2 വിശ്വസനായിരിക്കുക, എന്നാൽ പ്രാപിക്കാൻ നമ്മൾ പറഞ്ഞ് കയറ്റി വിടുന്നത്. ഞാൻ എൻ്റെ ഭാവനയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ സ്നാനപ്പെട്ട് കയറി വരുമ്പോൾ ദൈവം ഒരു പ്ലാക്കാർഡും പിടിച്ച് ഇങ്ങനെ നിൽക്കുക, എൻ്റെ തോട്ടത്തിലേക്ക്, എൻ്റെ തോട്ടത്തിലേക്ക്. അതെത്ര പേര് കാണുന്നുണ്ട്? ഈ സ്നാനപ്പെട്ട് കയറി വരുന്നതിന് മുമ്പിൽ സ്വർഗത്തിലെ ദൈവം ഒരു ആരോ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക, കയറി വരുന്ന സകല പേരോട് എൻ്റെ തോട്ടത്തിലേക്ക്, എൻ്റെ തോട്ടത്തിലേക്ക്. ആണെന്നില്ല പെണ്ണെന്നില്ല. നിങ്ങൾക്കറിയാമോ, ഈ പഴയ നിയമവിശ്വാസികളെ ദൈവം വിളിക്കുന്ന എൻ്റെ ജനം എന്നാ, നമ്മൾ വിളിക്കുന്നത് എൻ്റെ ജനം എന്നാ, ഇല്ലേ? ഈ പഴയ നിയമത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 1 വർഷം കൊണ്ട് ദൈവം കൂടാരത്തിൻ്റെ പ്ലാനും പദ്ധതിയെല്ലാം ഒരുക്കി സീനായി പർവ്വതത്തിൽ 1 വർഷം എടുത്തു ഇവർക്ക് ഈ കൂടാരമുണ്ടാക്കാൻ. അപ്പോൾ ഈ കൂടാരമുണ്ടായി കഴിഞ്ഞിട്ട് പുറപ്പാട് അവസാനിക്കുന്നത് 1 വർഷം കൊണ്ട് കൂടാരമുണ്ടാക്കി. 2-ാം വർഷം 1-ാം മാസം 1-ാം തീയതി കൂടാരം നിവർത്തി നിർത്തി. സമാഗമന കൂടാരം, ആരാധനയൊക്കെ യഥാസ്ഥാനപ്പെട്ട് എല്ലാം ഒരു ഓർഡറിലായി. സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ 2-ാം സംവത്സരം 2-ാം മാസം 1-ാം തീയതി ദൈവം മോശയോട് പറഞ്ഞു, നീ പോയി ഈ ജനങ്ങളുടെ എല്ലാം കണക്കെടുക്കണം. 20 വയസ്സ് മുതൽ മേലോട്ട് പ്രായമുള്ള സകല പുരുഷന്മാരെ എണ്ണണം. എന്തിനു വേണ്ടിയാ? യുദ്ധത്തിന് വേണ്ടി. എല്ലാവരെയും എണ്ണണം. 20 വയസ്സ് മുതൽ പ്രായമുള്ള എല്ലാവരെയും എണ്ണണം. ലേവ്യരിൽ 30 വയസ്സ് മുതൽ പ്രായമുള്ളവരെ എല്ലാവരെയും എണ്ണണം. യുദ്ധത്തിന് വേണ്ടി, വേലയ്ക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മളെയൊക്കെ ഇങ്ങനെ രക്ഷിച്ചേച്ച് കർത്താവ് ഇങ്ങനെ കെട്ടയച്ച് വിട്ടിരിക്കുകയെന്ന്? അമ്പലക്കാളകളെ പോലെ തോന്നുന്നിടത്തെല്ലാം അലഞ്ഞു തിരിയാൻ. തോട്ടമെന്ന് പറഞ്ഞാൽ അതിന് വേലിയുണ്ട്, വളർത്തു മൃഗത്തിന് ഉടമസ്ഥനുണ്ട്, അതിന് കൺട്രോളുണ്ട്. നമ്മളിങ്ങനെ കയറൂരി വിട്ടിരിക്കുകയല്ല. ബോധിച്ചതുപോലെ വല്ലപ്പോഴും ഇങ്ങനെ വന്ന് കയറി ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പാർട്ടെന്നുള്ളത്. നോ, പഴയ നിയമം പഠിക്കുക. എന്തോ ഡിസിപ്ലിന്, എന്തോ ഓർഡറാ. ആദ്യം ഇന്നയാളുടെ കൊടി പോകണം, ആ ആൾ പോകണം ആദ്യം, അടുത്ത ഗോത്രം പോകണം, ഇന്നയാൾ കൊടി പിടിക്കണം. കൂടാരമടിക്കേണ്ട സമയത്ത് പെട്ടകം ഇന്നയാൾ വന്ന് എടുക്കണം, ബാക്കിയുള്ള ഇന്നയാൾ എടുക്കണം. എന്നാ ഓർഡറില്ല 30 ലക്ഷം പേര് മാർച്ച് ചെയ്യുന്നത്. 40 വർഷം കൊണ്ട് 41 സ്ഥലത്ത് കൂടാരം അടിച്ചു. എന്നാ ഓർഡറാ. നമുക്കൊക്കെ ഈ 100 പേര് കൂടുന്നിടത്തൊന്ന് ഓർഡറിൽ വരുത്താൻ ഇല്ലേ?
ഒന്ന് ഞാൻ കയറിയിരിക്കുന്നോ, എല്ലാവരും ഒന്ന് അകത്തേക്ക് വാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ മാത്രമല്ല. ഞാൻ ഓർക്കുന്നു മറ്റേ കോട്ടയത്ത് ആകെ ഒരു കൺവെൻഷൻ ഞാൻ പോയ സമയത്ത് PM ഫിലിപ്പ് സാർ ഒരു കെഞ്ചി സ്റ്റേജിൽ നിന്ന്, അത് കഴിഞ്ഞിട്ട് പുള്ളി ഇറങ്ങി വന്ന ഓരോരുത്തരെ കയ്യെ പിടിച്ചാൽ ഇതിൻ്റെ അകത്തൊന്ന് കയറ്റിയിരുത്തിയത്. ഞാൻ സാറിന് പറയാം, ഞാൻ ഈ സമുദായക്കാരുടെ ഇടയിലൊക്കെ എക്യുമെനിക് ഗ്രൂപ്പിൽ പ്രസംഗിക്കാൻ പോകും. അപ്പോൾ 2-3 ക്ലാസ് കഴിയുമ്പോഴേക്ക് ഞാൻ പറയാറുണ്ട്, മതിലേൽ ഇരുന്നവരൊക്കെ ഒന്നുകിൽ ഇങ്ങോട്ട് ചാടുക അല്ലെങ്കിൽ പുറത്തേക്ക് ചാടുക. അതുപോലെ തന്നെ സംഭവിക്കാറുണ്ട്. ചിലർ സഭ വിട്ടുപോകും, അല്ലാത്തവർ മാനസാന്തരപ്പെടും. അപ്പോൾ ഇതുപോലെ ഇരിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ പഴയ നിയമം വായിച്ചു നോക്ക്. നമ്മുടെ ദൈവം ഓർഡറിൻ്റെ ദൈവമാണ്, ഡിസിപ്ലിൻ്റെ ദൈവമാണ്. ദൈവം അതുപോലെയാ. അപ്പം ഈ വിശ്വാസി വരുന്ന നമ്മളെല്ലാം, ഞാനീ പറഞ്ഞാൽ പ്ലാക്കാർഡും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവം എൻ്റെ തോട്ടത്തിലേക്ക് ചെല്ല്. അവിടെ ചെല്ലുമ്പോൾ പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞതുപോലെ, നീ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ പറയാം, ഇല്ലേ? തോട്ടത്തിൽ ചെല്ലുമ്പോഴാണ് പറയുന്നത് എന്തുവാ ചെയ്യേണ്ടിയെന്ന്. മുന്തിരിത്തോട്ടത്തിൽ ചെല്ലുമ്പോൾ അതിനൊരു ഉടമസ്ഥനുണ്ട്, അതിനൊരു കാര്യക്കാരനുണ്ട്. അവൻ പറയും പോയി അത് ചെയ്യേ, ഇത് ചെയ്യ്, ഇന്നത് ചെയ്യുന്നെന്ന്. ഞാനൊരു കാര്യം നിങ്ങളെ സ്നേഹത്തോടെ അർപ്പിക്കട്ടെ. ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ റോമാലേഖനം 10-ാം അധ്യായം 13 വാക്യങ്ങളിലാണ്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പക്ഷെ ആരെങ്കിലും അവർ വിശ്വസിക്കാതെ എങ്ങനെ, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? ആരും പോയി പറയാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പോകും? ഇതൊരു ചെയിനാ. ഞാൻ നാളെ ഒരു സ്ഥലത്ത് പറയായിരുന്നു, ഈ സുവിശേഷ വേലയിൽ ഏർപ്പെടാൻ ഒരു വശം തളർന്നു കിടക്കുന്നവർക്ക് പോലും ഇൻവോൾവ് ആകാവുന്ന ഒരു വേലയായത്. അത് നിങ്ങൾക്കറിയാമോ? കാരണം ഹിസ്കിയാവ് ആ ചുവരിന് നേരെ തിരിഞ്ഞു കിടന്ന ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം കേട്ട് പ്രവാചകനെ അയച്ചെന്നാണ് വായിക്കുന്നത്. കിടന്നുകൊണ്ട് പോലും. കാരണം ഇത് ഒരു വാറ. എഫെസ്യ ലേഖനത്തിൽ എന്താ വായിക്കുന്നത്? എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങൾ ദുഷ്ടാത്മസേനകൾ. അതുകൊണ്ട് നിങ്ങൾ ദുർഘട ദിവസത്തെ എതിർപ്പാൻ സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവേ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷമുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെ കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് രക്ഷ എന്ന ശിരസ്രവം ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവേൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. നിങ്ങൾ നോക്കുക, സർവായുധവർഗം ധരിച്ച് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ ദൈവവചനമാകുന്ന ഒഫൻസീവിന് ഒറ്റ വെപ്പൺ അവിടെയുള്ളൂ, ദൈവവചനം എന്ന വാള്. ബാക്കിയെല്ലാം ഡിഫെൻസീവാണ്. ആക്രമിക്കാനുള്ള ഒരേ ഒരു ആയുധം വാള് മാത്രമാണ്. അതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയാം, ഇത് എഫക്റ്റീവ് ആകണമെങ്കിൽ നിങ്ങളുടെ സ്ഥിരതയോടെയുള്ള പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാൻ സാറിന് പറയാറുണ്ട്, പുറത്ത് വരാതെ ഒരു മനുഷ്യനോട് സുവിശേഷം അറിയിക്കാതെ ആർക്കും ഇൻവോൾവ് ആകാൻ പറ്റിയ ഒരു കൊയ്ത്തുണ്ടെങ്കിൽ അത് ഇതാണ്. ഒരു മിഷനറിയെ സ്പോൺസർ ചെയ്ത് പ്രാർത്ഥിച്ചാൽ പോരെ. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സഹോദരി അടുക്കളയിൽ സിങ്കിൻ്റെ അവിടെ ഒരു മിഷനറിയുടെ പടവും ഇത് ഒട്ടിച്ച് വെച്ചേക്കുന്നത്, കുക്ക് ചെയ്യുന്ന കുക്കിംഗ് റേഞ്ചിൻ്റെ അവിടെ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. പാത്രം കഴുകാൻ പോകുമ്പോൾ ആ മിഷനറി ഓർത്ത് പ്രാർത്ഥിക്കും, കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മിഷനറി ഓർത്ത് പ്രാർത്ഥിക്കും. അവരൊക്കെയാണ് ഈ വാൾ എഫക്റ്റീവാക്കുന്നത്. അപ്പം നമ്മളൊക്കെ സാറിന് ഇപ്പം ചെയ്യുന്നത് എന്തുവാ? ആ മിഷനറി വെറുതെ ഈ പൈസയൊക്കെ അയച്ചു കൊടുക്കുന്നതാ. ഒരു മിഷനറിയെ ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കർത്താവേ, ആ മിഷനറിയെ ശക്തിയോടെ ഉപയോഗിക്കണം എന്നാണോ നമ്മൾ സാറിന് പറയാറ്? ആണോ? അപ്പം കിടന്നുകൊണ്ടായാലും ഇരുന്നു കൊണ്ടായാലും നടന്നുകൊണ്ടായാലും പങ്കെടുക്കാവുന്ന ഒരേ ഒരു ഹാർവെസ്റ്റ് ഇതാ. ഒത്തിരി ഒന്നും ചെയ്യേണ്ടെന്ന്. ഈ ശമര്യക്കാരി സ്ത്രീ ചെന്ന് പറഞ്ഞ്, ഞാൻ ഒരുത്തനെ കണ്ടു. ശമര്യ ഗ്രാമത്തിൽ തിരിച്ചു ചെന്നേച്ച് പറഞ്ഞു, ഞാൻ ഒരുത്തനെ കണ്ടു, ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു, നിങ്ങളും വന്ന് കാണുക.
കുഷ്ഠരോഗിയായ നയമാൻ്റെ വീട്ടിൽ ഒരു ഇസ്രായേൽക്കാരത്തി പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾക്കൊന്നും അറിയത്തില്ല. ഇസ്രായേലിലൊരു പ്രവാചകനുണ്ട്, അവിടെ ഒന്ന് ചെന്നിരുന്നെങ്കിൽ ഈ യജമാനൻ്റെ കുഷ്ഠരോഗ സൗഖ്യമാകാമായിരുന്നു. ഇതാ ടെസ്റ്റിമണി. അവൾ പറഞ്ഞ സാക്ഷ്യം കേട്ട് ശമര്യർ മുഴുവൻ ചെന്നു, അവനെ കണ്ടു, അവൻ്റെ വായിൽ നിന്ന് വചനങ്ങൾ കേട്ടു. ശമര്യർ കർത്താവിനെ കൊണ്ടുപോയി അവരുടെ ഗ്രാമത്തിൽ 3 ദിവസം പാർപ്പിച്ചെന്ന് പറഞ്ഞ ഈ സ്റ്റോറി അവസാനിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ തല പൊക്കാത്തതുകൊണ്ടല്ലേ ആരെയും കാണാത്തത്? ഇല്ലേ? ഇനി ആരെയും കണ്ടില്ലെങ്കിൽ തന്നെ പ്രാർത്ഥിക്കുന്നതിന് വല്ല കുഴപ്പം? ഞങ്ങളൊക്കെ സൗദി അറേബ്യയിൽ ഞങ്ങളുടെയൊക്കെ സ്പോൺസർമാർ കൂടെ ഇരിക്കുന്ന ഈജിപ്ഷ്യൻസ്, ഇവരോടൊക്കെ സുവിശേഷം പറയാൻ നമുക്കൊരു നിവൃത്തിയില്ല. പറഞ്ഞാൽ അപ്പോഴേ നമ്മളെ പിടിച്ചകത്തണം. പക്ഷേ ഇവർ വേണ്ടി പ്രാർത്ഥിക്കാൻ ആരാ നമ്മൾ വിലക്കുന്നത്? കർത്താവേ, ഞങ്ങളുടെ സ്പോൺസർ എന്ത് നല്ല മനുഷ്യനാ, എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ദൈവവചനം കേൾപ്പിക്കട്ടെ, അമേരിക്കയിൽ നിന്ന് എവിടുന്നെങ്കിലും വരുന്ന ഒരു ടെലിവിഷൻ ചാനലിൽ കൂടിയോ എങ്ങനെയെങ്കിലും ഒന്ന് കേട്ട് ഒന്ന് മാനസാന്തരപ്പെടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്കൊരു തടസ്സവും ഇല്ലല്ലോ. ഇപ്പം ഞങ്ങളൊക്കെ അവിടെ ചില പറയാം, എന്നാൽ നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ പരസ്യയോഗം നടത്തും സൗദി അറേബ്യയിൽ. എന്തിനാ പരസ്യയോഗം നടത്തുന്നത്? പരസ്യയോഗം നടത്താൻ പരസ്യയോഗം നടത്തി നമ്മളെ പിടിച്ചു തല വെട്ടുന്നതല്ലാതെ എന്ത് ഗുണമുണ്ട്? അതേസമയം ഞങ്ങളെക്കൂടെ പറ്റുന്ന ഞങ്ങൾ ചെയ്തു. ഉള്ള നാളുകളെല്ലാം എത്രയോ ഭക്തന്മാരവിടെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച്. ഒരു ദൈവദാസനെ എനിക്കറിയാം, അദ്ദേഹം മുഴുവൻ ഓഫീസിൽ ചെന്നാലൊക്കെ മെയിൻ്റനൻസിലാണ്, കണ്ട സീലിങ്ങിൻ്റെ മേളിലും ഒക്കെ കയറിക്കടന്ന് ഭയങ്കര എന്നും പ്രാർത്ഥിക്കുകയായിരുന്നു. അദ്ദേഹം ഒന്നിപ്പോൾ ഇത് കാണാനില്ല. ഇപ്പോൾ ദൈവം ഈ ഉണർവും കൊയ്ത്തുമൊക്കെ തുടങ്ങിയത്. പക്ഷേ ഇവിടെ പറഞ്ഞു, കൊയ്തവനും വിതയ്ക്കുന്നവനും എല്ലാം ഒരുമിച്ച് സന്തോഷിക്കുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. എത്രയോ വർഷങ്ങളായി ഇന്ത്യ രാജ്യത്ത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെ ട്രെയിനിലും ബസ്സിലും ഒക്കെ നടന്ന് ഈ തുണിസഞ്ചിയും തൂക്കിയിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് നടന്ന എത്രയോ പേരുണ്ട്. എത്രയോ പേര്. ഞങ്ങളുടെ നാട്ടിൽ ആദ്യം വിശ്വാസി വന്നവരെ ഞങ്ങളാകെ ഈ പെന്തിക്കോസ്തുകാരെ കണ്ട് ഞങ്ങളുടെ പള്ളിപ്പെരുന്നാളിന് ആ കവലെ വന്ന് ഒരുത്തൻ പ്രസംഗിക്കും, വേറൊരുത്തൻ ഏറ്റു പറയുന്നത് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഞാനതുകൊണ്ട് ഫാൻസി ഡ്രസ്സ് അവതരിപ്പിച്ചത് ഈ വേഷമാണ്. ഈ പെന്തിക്കോസ്തുകാരെ പ്രസംഗം അത് മാത്രം ഞങ്ങൾക്ക്. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലാകുന്നു, അവർ വന്ന് പറഞ്ഞേച്ച് പോകുകയല്ല, ആ ദേശത്തിനൊക്കെ വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടിട്ട് പോയതാണ്. അപ്പോൾ അനേകർ കണ്ണുനീരോടെ ഈ ലോകം മുഴുവൻ വിതച്ചിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കി എത്രയോ ഭക്തന്മാർ എത്രയോ വർഷമായിട്ട്. നിങ്ങൾ വിചാരിക്കുന്ന ദൈവം അത് അങ്ങനെ ഇട്ടേക്കുമെന്ന്? അത് കൊയ്യുന്ന ഒരു ദിവസമുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടി ഒഴുക്കിയ കണ്ണുനീര്, അറബ് രാജ്യങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ കണ്ണുനീര്, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ കണ്ണുനീര്, ഈ കണ്ണുനീരോടെ വിതച്ചത് വേറെ ആളാണ്. പക്ഷെ ഒരു തലമുറ എഴുന്നേറ്റ് ഇത് മുഴുവൻ കൊയ്ത് കൂട്ടുന്ന ഒരു ദിവസം ദൈവം റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഈ സോഷ്യൽ മീഡിയ കാണുന്ന ഈ ഇളക്കവും പെരുപ്പവും ഞെട്ടിക്കലും ഒന്നുമല്ല. നമ്മൾ ഈ ദിവസങ്ങളിൽ തല ഉയർത്തേണ്ടത് നിലം ദൈവം കൊയ്ത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന പ്രഭുക്കന്മാർ കാളവണ്ടിയും കൊണ്ടുവന്നു. അതുപോലെ അവരെ കൊണ്ട് പണമുള്ളവർ പണം, താലന്തുകളുള്ളവർ താലന്ത്, എല്ലാവരും കൂടെ ബിസിയായി ഇൻവോൾവായി ഇതുപോലെ ഒരു വലിയ കൊയ്ത്തിൻ്റെ കാലം. അത് വിശ്വാസത്താലൊന്ന് കാണുക, അത് തലയൊന്ന് ഉയർത്തി നോക്കുക. നിലം വെളുത്തുകൊണ്ടിരിക്കുകയാണ്, കൊയ്ത്തിനുള്ള സമയം വരുന്നു, വീട് നിറയ്ക്കുന്ന അവസാന കൊയ്ത്തിന്. അങ്ങനെ ഒരു കാലം വരുമ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കും, കർത്താവേ, കൊയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും രൂത്തിനെ പോലെ ഒരു കാലാപെറുക്കെങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന്. ഈ കൊയ്ത്ത് സമയത്ത് ഉറങ്ങുന്നവൻ നാണം കെട്ടവനാണ്. ഈ സമയത്ത് പോയി അതിൻ്റെ അകത്തുനിന്ന് ചില മണികളെങ്കിലും പെറുക്കി ഞങ്ങളുടെ പട്ടണത്തിലേക്ക് വരുമ്പോൾ, കർത്താവേ, ഇത് ഞാൻ പെറുക്കിയെടുത്തതാണ് എന്ന് പറഞ്ഞു പോകുവാൻ. ഈ ലോകത്ത് സമ്പാദിച്ചെല്ലാം നമ്മൾ ഇട്ടിട്ട് പോകും. നമ്മൾ പെറുക്കിയെടുത്ത ഗോതമ്പ് മണി മാത്രം ആ പട്ടണത്തിലേക്ക് കൊണ്ടുപോകും. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. കണ്ണീരിൽ വിതച്ചിടിലാർ
ചിടിലാർ പോ